നമസ്കാരം, കലാകൗമുദി ഓൺലൈനിലേക്ക് സ്വാഗതം. സ്കൂളുകളിൽ കഴിഞ്ഞ അരനൂറ്റാണ്ടായി തുടരുന്ന ഈശ്വര പ്രാർത്ഥന അവസാനിപ്പിക്കാൻ സർക്കാർ ഒരുങ്ങുകയാണെന്നുള്ള സൂചനകളാണ് ലഭിക്കുന്നത്. ഈശ്വര പ്രാർത്ഥനകൾ, പ്രത്യേകിച്ച് ഏതെങ്കിലും ഒരു മതത്തിൻ്റെ പ്രാർത്ഥനയാകുന്നതിനെതിരെ നേരത്തെ തന്നെ വിമർശനങ്ങൾ ഉയർന്നിരുന്നു. സ്കൂളിലെ ഈശ്വര പ്രാർത്ഥനകൾ തികച്ചും മതേതരമായിരിക്കണമെന്നുള്ള അഭിപ്രായം പല ഭാഗങ്ങളിൽ നിന്ന് ഉയരുകയും CPM-ന്റെ പ്രമുഖ നേതാക്കൾ തന്നെ, വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടി തന്നെ അക്കാര്യം പലതവണ പറഞ്ഞിട്ടുണ്ട്. ഏതായാലും ഇപ്പോഴും പല സ്കൂളുകളിലും ഒരു മതേതരമായ പ്രാർത്ഥനയില്ല എന്നാണ് അറിയാൻ കഴിയുന്നത്. അതുകൊണ്ട് പ്രാർത്ഥനയുടെ ഒരു ഏകീകരണം, അല്ലെങ്കിൽ ഈശ്വര പ്രാർത്ഥന വേണ്ട, അതിന് പകരമുള്ള പ്രാർത്ഥനയുടെയോ ആശംസയോടെയോ മറ്റുള്ള ഒരു കവിത അല്ലെങ്കിൽ കാവ്യം ചൊല്ലുന്നതാണ് നല്ലത് എന്നാണ് ഇപ്പോൾ സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത്. അതുകൊണ്ട് വരും ദിവസങ്ങളിൽ സർക്കാർ ഹൈസ്കൂളുകളിലും എയ്ഡഡ് സ്കൂളുകളിലും ഈശ്വര പ്രാർത്ഥന എന്നുള്ള ഐറ്റം വേണ്ട എന്നുള്ള തീരുമാനമെടുക്കാൻ സർക്കാർ തീരുമാനിച്ചു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. സൂംബ ഡാൻസിൻ്റെയും സ്കൂൾ സമയം പരിഷ്കരിക്കുന്നതിൻ്റെ പശ്ചാത്തലത്തിൽ സാമുദായിക സംഘടനകൾ നിരന്തരം ഇടപെടുന്നത് സർക്കാരിന് വളരെ അലോസരമുണ്ടാക്കിയിട്ടുണ്ട്. എന്ന് മാത്രമല്ല, സാമുദായിക സംഘടനകളുടെ വിദ്യാഭ്യാസ കാര്യത്തിലുള്ള ഇടപെടലുകൾ വളരെ പ്രതിലോമകരമാണെന്നും അത് അനുവദിക്കാൻ പാടില്ലെന്നും അത് ജനാധിപത്യ വിരുദ്ധവും പരിഷ്കൃത വിരുദ്ധവുമാണെന്നും അപരിഷ്കൃതമാണെന്നൊക്കെയാണ് CPM നേതൃത്വം വിശ്വസിക്കുന്നത്. അതുകൊണ്ട് തന്നെ എന്തിനാണ് ഈ സർക്കാർ സ്കൂളുകളിൽ, എയ്ഡഡ് സ്കൂളുകൾ, സർക്കാരിൻ്റെ സഹായം പറ്റുന്ന എയ്ഡഡ് സ്കൂളിലെല്ലാം മതപരമായ ഈശ്വര പ്രാർത്ഥനകൾ, അത്തരത്തിലുള്ള മതപരമായ ഈശ്വര പ്രാർത്ഥന വേണ്ട എന്നും ഒരു ആശംസാ ഗീതവും അതുപോലെ തന്നെ നമുക്കൊരു മോട്ടിവേഷൻ നൽകുന്ന ഒരു ഗീതവും അതോടൊപ്പം ദേശീയ ഗാനവും പാടണമെന്നുള്ള രീതിയിലാണ് ഇപ്പോൾ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. ഏതായാലും സൂംബ ഡാൻസിൻ്റെയും സ്കൂൾ സമയ പരിഷ്കരണത്തിൻ്റെയൊക്കെ മറവിൽ ചില രഹസ്യ അജണ്ടകൾ സാമുദായിക സംഘടനകൾ ഒളിച്ചു കടത്തുന്നുണ്ടോ എന്നുള്ള സംശയം സംസ്ഥാന സർക്കാരിന് നല്ലവണ്ണം ഉണ്ടായിരുന്നു. കാരണം മതേതരമായ പ്രാർത്ഥനയെ മേലധ്യക്ഷന്മാരും സാമുദായിക സംഘടനകളും ഭയക്കുന്നു. എന്നാൽ CPM ആകട്ടെ മതേതരമായ പ്രാർത്ഥന അല്ലെങ്കിൽ മതേതരമായ ആശംസാ ഗീതങ്ങൾ മതി, സ്കൂളുകളിൽ നിന്നും ഏതെങ്കിലും ഒരു മതത്തിനെ വർണ്ണിക്കുന്ന അല്ലെങ്കിൽ മതത്തിൻ്റെ മഹത്വം വർണ്ണിക്കുന്ന ഇത്തരം ഗാനങ്ങളോ കാവ്യശകലങ്ങളോ ഒന്നും സ്കൂളുകളിൽ വേണ്ട എന്നുമാണ് ഇപ്പോൾ CPM പാർട്ടി എന്നുള്ളതിൽ CPM രാഷ്ട്രീയ തീരുമാനം എടുത്തേക്കുന്നത്. ആ രാഷ്ട്രീയ തീരുമാനം ഇനി സർക്കാർ തീരുമാനമായി പുറത്തു വരുമെന്നാണ് നമ്മൾക്ക് ഇന്ന് വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടിയുടെ വാക്കുകളിലൂടെ മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും ഒരു കാര്യം ഉറപ്പാണ്, ഇപ്പോഴുള്ള ഒരു ഈശ്വര പ്രാർത്ഥന അത്തരം കാര്യങ്ങളൊക്കെ ഒന്ന് ഉടച്ചു വാർക്കാൻ, അഴിച്ചു പണിയാൻ സംസ്ഥാന സർക്കാർ നീക്കം തുടങ്ങിക്കഴിഞ്ഞു. മതേതരമായ പ്രാർത്ഥന, അതല്ലെങ്കിൽ ഒരു ആശംസാ ഗീതം, അതോടൊപ്പം ദേശീയ ഗാനവും, ഇതും മതി സ്കൂളുകളിൽ നിന്നും കുട്ടികളിൽ ശാസ്ത്രീയ ബോധം വളർത്താനും മതപരമായ സഹിഷ്ണുത വളർത്താനും എല്ലാത്തിനും മതപരമായ വിഘടനങ്ങളെ, മതപരമായ കമ്പാർട്ട്മെൻ്റലൈസേഷനെ അല്ലെങ്കിൽ വിഭജനത്തെ ഇല്ലാതാക്കിക്കൊണ്ട് എല്ലാ കുട്ടികൾക്കും പാടാനും ചിന്തിക്കാനും ആസ്വദിക്കാനും കഴിയുന്ന കാവ്യശകലങ്ങൾ പ്രാർത്ഥനയ്ക്ക് പകരം ഉൾപ്പെടുത്തണമെന്നാണ് ഇപ്പോൾ സർക്കാർ ആഗ്രഹിക്കുന്നത്.